ശാസ്താംകോട്ട ശുദ്ധജല തടാകം മാത്രമല്ല പരിസരത്തെ കിണറുകളിലും ജലനിരപ്പ് താണു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂഗർഭ ജലനിരപ്പ് താഴുന്നുവെന്ന് വീട്ടമ്മമാർ ആശങ്ക അറിയിച്ചു. ശാസ്താംകോട്ട, മൈനാഗപ്പള്ളി, പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തുകളുടെ ഒത്തനടുക്കാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശാസ്താംകോട്ടയിൽ 6 വാർഡ്, മൈനാഗപ്പള്ളി 1 വാർഡ്, പടിഞ്ഞാറേക്കല്ലടയിൽ 3 വാർഡുകളിലുമായി 2000-ഓളം കുടുംബങ്ങൾ തീരങ്ങളിൽ താമസിക്കുന്നു. കൈരളി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കിണറുകളിലും ജലനിരപ്പ് 6 അടിയോളം താണതായി കണ്ടെത്തി. കുടിവെള്ളത്തിന് പൈപ്പ് ലൈൻ മാത്രമാണ് ഇപ്പോഴത്തെ ഏക ആശ്രയം. വെള്ളത്തിന് വെള്ളം ഇപ്പം 4-5 തൊടിയോളം വെള്ളം താന്നിട്ടുണ്ട്. പിന്നെ വെള്ളം കയ്യിൽ വെള്ളം ഉള്ളപ്പം കിണറിൽ ഫുള്ള് വെള്ളം കാണും. പിന്നെ ഓരോ വെള്ളത്തിന് മൊത്തം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കുറവാണ്, ഒത്തിരി കുറവാണ്. കഴിഞ്ഞ വർഷത്തേക്കായി ഒരുപാട് കുറവായി. ഇപ്പം കഴിഞ്ഞ വർഷത്തേക്കായി കുറിയ ഇത്രയും വെള്ളം പറ്റിയത്. മറ്റേ നമുക്ക് ആയിരത്തോടിയെങ്കിലും നമ്മുടെ വീട്ടിലാവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം പിന്നെ നമുക്ക് ഒട്ടുമില്ല. അതേ ഉള്ളൂ. ശാസ്താംകോട്ട തടാക വിസ്തൃതി 373 ഹെക്ടർ. ഈ ജലസംഭരണിയിലേക്ക് കോടിക്കണക്കിന് നീരുറവകൾ സജീവമായിരുന്നു. അതിപ്പോൾ പാതിയായി എന്ന് പരിസ്ഥിതി ഗവേഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം 2016-ൽ പ്രളയത്തിന്റെ രൂപത്തിൽ ശാസ്താംകോട്ട തടാകത്തെ ബി നിലവറ പോലെ സമ്പന്നമാക്കിയെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം ശാസ്താംകോട്ടയ്ക്ക് ശുഭകരമല്ല. ജലം അമൃതാണ്. ശാസ്താംകോട്ടയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.